ഒരിടത്ത് രണ്ട് പരുന്തുകളുണ്ടായിരുന്നു. അതിലൊരു പരുന്ത് വളരെ ഉയരത്തിൽ പറക്കും, മറ്റേ പരുന്ത് കുറച്ച് താഴ്ന്നാണ് പറക്കുന്നത്. താഴ്ന്നു പറക്കുന്ന പരുന്തിന് ഉയരത്തിൽ പറക്കുന്ന പരുന്തിനോട് വലിയ അസൂയയായി. അപ്പോൾ ഈ പരുന്ത് ഒരു വേട്ടക്കാരൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിനക്കൊരു ഉപകാരം ചെയ്യാമോ? ആ ഉയരത്തിൽ പറക്കുന്ന പരുന്തിനെ നിനക്ക് അമ്പ ചെയ്ത് വീഴ്ത്താമോ? വേട്ടക്കാരൻ പറഞ്ഞു, ഞാൻ ചെയ്യാം, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ അമ്പിൽ വയ്ക്കാൻ തൂവലുകളില്ല. നീ എനിക്ക് തൂവലുകൾ തരികയാണെങ്കിൽ ഞാൻ അവനെ അമ്പെയ്ത് വീഴ്ത്താം. അങ്ങനെ ഈ പരുന്ത് തൻ്റെ ചിറകിൽ നിന്ന് തൂവലുകൾ ഈ അമ്പെയ്ത്തുകാരന് കൊടുത്തു. അദ്ദേഹം പല പ്രാവശ്യം ഈ ഉയരത്തിൽ പറക്കുന്ന പരുന്തിനെ എയ്തു, പക്ഷേ ഒന്നും ലക്ഷ്യത്തിലെത്തിയില്ല. ഓരോ പ്രാവശ്യം എയ്യുമ്പോഴും അദ്ദേഹം ഈ പരുന്തിൽ നിന്ന് തൂവലുകൾ വാങ്ങി. അങ്ങനെ തൂവലുകളെല്ലാം കുഴഞ്ഞ് പറക്കാൻ സാധിക്കാതെ വന്ന പരുന്തിനെ ഈ അമ്പെയ്ത്തുകാരൻ പെട്ടെന്ന് തൻ്റെ വരുതിയിലാക്കി പിടിച്ചുകൊണ്ടു. ഉൽപ്പത്തി പുസ്തകം 37:4. തൻ്റെ പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നത് കണ്ട് അവർ അവനെ വെറുത്തു. അവനോട് സൗമ്യമായി സംസാരിക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. ഈ അസൂയ നമ്മിലുള്ള സന്തോഷത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു വികാരമാണ്. അതൊരു മൂലപാപങ്ങളിൽപ്പെട്ട തിന്മയാണ്. ബില്ലി ഗ്രഹാം പറയുന്നത് ഇങ്ങനെയാണ്: അസൂയുള്ള ഒരു മനുഷ്യനും സന്തോഷവാനായിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ നോമ്പുകാലത്ത് മറ്റുള്ളവരോടുള്ള അസൂയ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരമാവധി ഒഴിവാക്കാൻ പരിശ്രമിക്കാം. മറ്റുള്ളവരുടെ കഴിവുകളിലേക്ക് നോക്കി അസൂയപ്പെടാതെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ നോക്കി അവയെ വളർത്തി അതിൽ സന്തോഷിക്കാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് പരിശ്രമിക്കാം.